കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ CPM-നെ കുരുക്കുമുറുക്കി ED. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനാണ് നോട്ടീസ് നൽകിയത്. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. അതേസമയം സമൻസ് കിട്ടിയിട്ടില്ലെന്ന് MM വർഗീസ് പ്രതികരിക്കുന്നു. പാർട്ടിയുമായി ആലോചിച്ച ശേഷമേ ഹാജരാകുന്നതിൽ തീരുമാനമെടുക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. CPM-ന്റെ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും ED കൈമാറിയിരിക്കുകയാണ്. കരുവന്നൂരിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് ഉറപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ED-യുടെ നിർണായകമായ നീക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത്. 5 രഹസ്യ അക്കൗണ്ടുകൾ പാർട്ടിക്ക് കരുവന്നൂർ ബാങ്കിലുണ്ട്. അക്കൗണ്ടുകൾ തുടങ്ങണമെങ്കിൽ ബാങ്കിൽ അംഗത്വം എടുക്കണമെന്നാണ് ബാങ്ക് ബൈലോയും സഹകരണ നിയമവും പറയുന്നത്. എന്നാൽ അക്കാര്യം ഇവിടെ പാലിച്ചിട്ടില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകളിലെ തുക നിക്ഷേപിക്കാനും ബിനാമി വായ്പകൾ വിതരണം ചെയ്യാനും കമ്മീഷൻ തുക നിക്ഷേപിക്കാനും അക്കൗണ്ടുകൾ ഉപയോഗിച്ചു. പാർട്ടി ഫണ്ട് ലെവി പിരിവ് സംബന്ധമായ കാര്യങ്ങളും ഈ അക്കൗണ്ടുകളിലൂടെ നടത്തി. ഉന്നത CPM നേതാക്കൾ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തു. എന്നാൽ ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച ഒരു വിവരവും ഓഡിറ്റ് രേഖകളില്ലെന്നും ED ചൂണ്ടിക്കാട്ടുന്നു. തൃശൂർ ജില്ലയിലെ 17 ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ 25 അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിലായി CPM-നുണ്ട്. എന്നാൽ ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ മാർച്ചിൽ ഓഡിറ്റ് ചെയ്ത കണക്കുകളിൽ ഇല്ലെന്ന് ED ചൂണ്ടിക്കാട്ടുന്നു. ജനപ്രാതിനിധ്യ നിയമവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗരേഖകളും അനുസരിച്ച് അക്കൗണ്ട് വിവരങ്ങളും കണക്കുകളും രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി വെളിപ്പെടുത്തേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ധനമന്ത്രാലയത്തിന്റെയും റിസർവ് ബാങ്കിന്റെയും നിലപാട് കരുവന്നൂരിലെ ED അന്വേഷണത്തിൽ നിർണായകമാകും. കരുവന്നൂർ കേസിൽ നേരത്തെ 3 തവണ MM വർഗീസിനെ ED ചോദ്യം ചെയ്തിരുന്നതാണ്. കേസിൽ ആദ്യഘട്ട കുറ്റപത്രവും ED സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് ED കടക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് MM വർഗീസിനെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ED ഒരുങ്ങുന്നത്. കേസിൽ കൂടുതൽ നേതാക്കളെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയേക്കുമെന്നാണ് ED വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കരുവന്നൂർ സഹകരണ ബാങ്ക് അഴിമതിയിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഏതാനും ദിവസം മുമ്പ് ആലത്തൂരിലെ BJP സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസുവിന് ഉറപ്പ് നൽകിയിരുന്നു. പ്രധാനമന്ത്രി TN സരസുവുമായി ഫോണിൽ സംസാരിച്ചപ്പോഴായിരുന്നു കരുവന്നൂരിൽ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയത്. വിവിധ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന BJP-യുടെ വനിതാ സ്ഥാനാർത്ഥികളുമായി പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ആലത്തൂരിലെ സ്ഥാനാർത്ഥിയുമായും പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചിരുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ അന്വേഷണം നീണ്ടുപോകുന്നതിൽ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ഹൈക്കോടതിയും വിമർശനം ഉയർത്തിയിരുന്നതാണ്. അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ED-യോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കേരളത്തിലെ 12 സഹകരണ ബാങ്കുകളിലെ അഴിമതികൾ കൂടി അന്വേഷിക്കാനുണ്ടെന്നായിരുന്നു ED-യുടെ മറുപടി. അതേസമയം കരുവന്നൂരിലെ ED നടപടിയിൽ ഭയമില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. ഭയപ്പെടുത്തേണ്ട, തങ്ങൾക്ക് ഭയത്തിന്റെ ആവശ്യമില്ല, രഹസ്യമായ അക്കൗണ്ടുകളുമില്ല, എല്ലാം പരസ്യമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ED കണ്ടുപിടിക്കട്ടെ, തങ്ങളെ അങ്ങനെ വിരട്ടാൻ നോക്കണ്ട എന്നും MV ഗോവിന്ദൻ പ്രതികരിക്കുകയുണ്ടായി. കരുവന്നൂരിൽ ED-യുടെ കുരുക്കു മുറുകിയതോടെ അതിന്റെ പ്രതിഫലനം തൃശൂർ മണ്ഡലത്തിലാകെ അലയടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ത്രികോണ മത്സരത്തിൽ ഇപ്പോൾ തന്നെ പുറകിലായ CPS സ്ഥാനാർത്ഥി VS സുനിൽകുമാർ വൻ പ്രതിരോധത്തിലകപ്പെട്ടിരിക്കുകയാണ്. കരുവന്നൂർ വിഷയത്തിൽ നേരത്തെ തന്നെ ശക്തമായി ഇടപെടുകയും പദയാത്ര വരെ നടത്തുകയും ചെയ്തിരുന്ന BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് അനുകൂലമായ സാഹചര്യമാണ് ED-യുടെ ഈ പിടിമുറുക്കലിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ CPM-ൽ വൻ പ്രത്യാഘാതങ്ങൾ തന്നെയാവും ED-യുടെ ഈ കരുനീക്കങ്ങളുടെ തുടർച്ചയായി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടറിയുടെ ഈ വമ്പു പറച്ചിലൊക്കെ വെറും നാട്യങ്ങൾ മാത്രമാണെന്നാണ് അണിയറ സംസാരം. സത്യത്തിൽ നിലവിളിക്കുകയാണ് CPM. പിണറായിയുടെ പ്രിയപ്പെട്ട മോദി തന്നെ കരുവന്നൂർ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടതോടെ ആ പ്രതീക്ഷയും പൊലിഞ്ഞു. മാസപ്പടിയിൽ മകളെ രക്ഷിക്കലാണ് പിണറായിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞേയുള്ളൂ കരുവന്നൂരും തൃശൂരും VS സുനിൽകുമാറുമൊക്കെ. ഏതായാലും കളി തുടങ്ങി. എവിടം വരെ പോകുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം. നന്ദി, നമസ്കാരം.